നമസ്കാരം. ന്യൂ വിഷൻ ന്യൂസ് ഇമ്പാക്ട്സ്. കാവിലക്കാട് ചമ്രവട്ടം പാതയിലെ കലുങ്ക് പാലം റിപ്പയറിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. കാവിലക്കാട് ചമ്രവട്ടം പാതയിലെ തൃത്തല്ലൂരിന് സമീപമുള്ള കലുങ്ക് പാലത്തിന്റെ അപകടാവസ്ഥ കഴിഞ്ഞ ദിവസം ന്യൂ വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പാലവും റോഡും തറയിലേക്ക് ഇരുന്ന അവസ്ഥയിലായിരുന്നു. കൂടാതെ ആ ഭാഗത്ത് റോഡിൽ ചെറിയ ഗർത്തങ്ങളും രൂപപ്പെട്ടിരുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുതുപ്പള്ളി ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അമീൻ കരുവാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓൺലൈൻ പരാതി വിഭാഗത്തിൽ ഈ പാലത്തിന്റെ അപകടാവസ്ഥ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കലുങ്കു പാലത്തിന്റെ അടിയിൽ നിന്നും പുതുതായി ഒരു സപ്പോർട്ട് നൽകി സ്ലാബിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണിത്. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തി ഉദ്ഘാടനത്തിന് കാത്തിരിക്കുന്ന കാവിലക്കാട് നായർത്തോട് പാലം ഗതാഗതത്തിന് പൂർണ്ണമായി തുറന്നു കൊടുക്കുന്നതോടെ താനൂർ കൂട്ടായി പടിഞ്ഞാറേക്കര തീരപ്രദേശവാസികൾ ചമ്രവട്ടം പാലം വഴിയുള്ള ഗതാഗതത്തെ ആയിരിക്കും കൂടുതൽ ആശ്രയിക്കുക. അതിനാൽ തന്നെ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനപ്പെട്ട പാതയായ ഈ റോഡിലുള്ള അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം തീർക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കൂടാതെ കാവിലക്കാട് നിന്നും ചമ്രവട്ടം റോഡ് ആരംഭിക്കുന്നിടത്തുള്ള കാവിലക്കാട് തോടിന് കുറുകെയുള്ള പാലവും അപകട ഭീഷണി നേരിടുന്നതാണ്. ആ പാലവും ബലപ്പെടുത്താനുള്ള പ്രവൃത്തികൾ ഉടനെ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. ന്യൂ വിഷൻ ന്യൂസ്, കാവിലക്കാട്.